ആയിരം കണ്ണുമായി. ബോട്ടോക്സ് അടിച്ചതിന് ശേഷം ഇദ്ദേഹത്തിന് താടി എടുത്തു കഴിഞ്ഞാലുള്ള അവസ്ഥയല്ല, മുഖത്തിന്റെ ഷേപ്പ് അറിയാലോ, ആ വൃത്തികെട്ട ഷേപ്പ് പുറത്തേക്ക് കാണും. മോനെ ഇവനോട് ഞാൻ എന്ത് ചെയ്ത്? നടക്കൂല, കഴിഞ്ഞ് കഥം. സംഭവം പരിപാടി കഴിഞ്ഞ് തിരിച്ചു വരൂല, ലാസ്റ്റ് വന്ന വില്ലനാ. ഞാൻ തിരിച്ചു വരില്ലാന്നോ? എന്താ മോനെ ഉറപ്പിക്കാവോ? ഹലോ ഗൈസ്, എല്ലാവരും കുറച്ച് പൈസക്ക് അത്യാവശ്യം ഷോയുടെ 5ാമത്തെ പാർട്ടിലേക്ക് സ്വാഗതം. അപ്പൊ ഗൈസ്, ഹലോ, നിങ്ങളുടെ ലിംഗത്തിന്റെ അളവ് നോർമൽ ആണോ? ഏതൊരു കാര്യത്തെയും അപേക്ഷിച്ച് പുരുഷന്മാർ ഉത്തരം തേടുന്ന ചോദ്യമാണിത്. ഹലോ 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 ഹലോ. അപ്പൊ ഗൈസ്, ഇന്നത്തെ വീഡിയോ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് റിവ്യൂസിന്റെ യൂണിവേഴ്സിനെ പറ്റിയിട്ടാണ്. ഈ 144p വേർഷനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഈ 1080p വേർഷനെ പറ്റിയിട്ടാണ്. ഈ മൂവി റിവ്യൂസ് കാരണം കുറച്ച് പൈസ എനിക്ക് നഷ്ടമായി. വെയിറ്റ് നമുക്കതിക്ക് വരാം. പക്ഷെ ഇന്നലെ ലാലേട്ടന്റെ ബർത്ത്ഡേ ആയിരുന്നു ഗൈസ്. ബർത്ത്ഡേ പ്രമാണിച്ച് ലാലേട്ടനെ അഭിനയം പഠിപ്പിക്കാൻ നടക്കുന്ന കുറച്ച് യൂട്യൂബേഴ്സ് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. നമ്മുടെ ആദ്യത്തെ കണ്ടസ്റ്റന്റ് ആണ് മോഹൻലാൽ മറ്റേ രണ്ടാമത് വരുന്നൊരു സീനിൽ പുള്ളി മറ്റേ 3 ലോറി മറിയുന്നുണ്ട്. ഈ ലോറി മറിയുന്നത് കാണാൻ മുംബൈയിലെ ഒരു ഡോൺ അയാളുടെ ഇസൂസു വണ്ടി എടുത്ത് നേരെ പോയി റോഡിൻ്റെ നടുക്ക് നിൽക്കുക. ഇയാൾ ജീവിതത്തിൽ ആദ്യം മറ്റേ JCB കാണാൻ വേണ്ടിയിട്ട് കുട്ടികൾ പോയി നിൽക്കുന്ന പോലെ ഒരു ഡോൺ പോയി നിൽക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ബേസിക് കൺസെപ്റ്റ്. അത് ബേസിക്കലി ഗിമ്മിക്കാണ്. ഉണ്ണിയേട്ടൻ സിനിമ എന്ന് പറയുന്നത് ഒരു ഗിമ്മിക്കാണല്ലോ ഉണ്ണിയേട്ടാ. ലാലേട്ടൻ വന്ന് പറഞ്ഞു, മോനെ ഇതെന്റെ ജീവിതത്തിൽ നടന്നാണ് മോനെ എന്ന്. ഈ ലോറി മറിയുന്നത് കാണാൻ മുംബൈയിലെ ഒരു ഡോൺ അയാളുടെ ഇസൂസു വണ്ടി എടുത്ത് നേരെ പോയി റോഡിന്റെ നടുക്ക് നിൽക്കുക. പിന്നെ ഡോൺ എന്താണ് ചെയ്യേണ്ടത്? വീട്ടിൽ നോവലും വായിച്ചിരിക്കണം എന്നാണ് ഇയാളെ പറഞ്ഞു വരുന്നത്. സിനിമ എന്ന് പറയുന്ന ഒരു എന്റർടൈൻമെന്റ് മീഡിയ ആണ്. അത് നമ്മൾ എന്റർടൈൻമെന്റ് ചെയ്യണമെന്ന് മാത്രം നോക്കിയാൽ പോരെ. എന്തൊരു വിരോധാഭാസമാണ്. അതൊക്കെ പറഞ്ഞതിനാണ് എനിക്ക് ട്രോൾ കിട്ടിയത്. ഉണ്ണിക്ക് ലോജിക്കാണ് വേണ്ടെന്ന് പറഞ്ഞാൽ വല്ല പ്രകൃതിപ്പടം കാണും ഉണ്ണി. ദൃശ്യം എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയപ്പോൾ, ദൃശ്യം 2 ഇറങ്ങിയപ്പോൾ ഏറ്റവും കൂടുതൽ വിമർശനം ഏറ്റുവാങ്ങിയ ഒരു കാര്യം, ജിത്തു ജോസഫ് ഏറ്റവും അധികം വിമർശനം ഏറ്റുവാങ്ങിയ ഒരു കാര്യം, ഈവൻ ഞാനും വിമർശിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ജോർജ് കുട്ടി എന്ന് പറയുന്ന ഗൃഹനാഥൻ ജയിച്ച കുറേ കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്. പുള്ളി മറ്റേ വിജയിച്ചു, പോലീസിനൊന്നും വിട്ടുകൊടുത്തില്ല. പക്ഷേ അയാളുടെ മൂത്ത മകളുടെ ജീവിതം മുഴുവൻ നശിപ്പിക്കപ്പെട്ടതുപോലെയാണ്. കാരണം ആ കുട്ടിക്ക് സ്വസ്ഥമായി ഉറങ്ങാൻ പറ്റുന്നില്ല, ഉണരാൻ പറ്റുന്നില്ല, ജീവിക്കാൻ പറ്റുന്നില്ല. അവളുടെ ജീവിതത്തോടുള്ള കാഴ്ചപ്പാട് മാറി വളരെ ട്രോമാറ്റിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് പോയി. മാത്രമല്ല, തനിക്ക് നേരിട്ട അനീതിക്കെതിരെ പോരാടാനുള്ള അവളുടെ അവകാശത്തിനെയാണ് അയാൾ അവിടെ ഹനിച്ചിരിക്കുന്നത്. ഇയാൾക്കെന്തോ വയ്യ, പോലീസിന് കാണുമ്പോൾ തന്നെ വിക്സ് പിടിച്ച് കോമ സ്റ്റേജിൽ പോകണം, ആ ചേച്ചി പ്രതികരിക്കണം എന്നാണ് ഇയാൾ പറഞ്ഞു വരുന്നത്. ഉണ്ണിയേട്ടൻ ഞങ്ങൾക്ക് മനസ്സിലായി, ഉണ്ണിയേട്ടൻ ഫെമിനിസ്റ്റ് ആണ്. ഉണ്ണിയേട്ടൻ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ആളാണെന്ന്. അത് എല്ലാ വീഡിയോയിലും കിടന്ന് പറയണമെന്നില്ല. മലയാളത്തിന്റെ വൺ ഓഫ് ദി ജെമ്മാണ് ദൃശ്യം എന്ന് പറയുന്നത്. ഇത്രയ്ക്ക് കൾട്ട് ക്ലാസിക് ആയിട്ടുള്ള സിനിമയിലടക്കം ആളുകൾ കുറ്റം കണ്ടുപിടിക്കുന്ന പറയുമ്പോൾ എനിക്ക് അറിയില്ല ഇതിനൊക്കെ ഞാൻ എന്ത് പറയണം. ഇയാളോട് എനിക്ക് പേഴ്സണലി ഒരു പ്രശ്നമില്ല. പക്ഷേ ഇയാൾ കാരണം എനിക്കൊരു ടിക്കറ്റ് നഷ്ടമായി. അവതാർ 2 ഇറങ്ങിയ സമയത്ത് എൻ്റെ ഫാമിലി ആ സിനിമ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ അപ്പോൾ അതിന്റെ റിവ്യൂ ഒക്കെ എടുത്ത് നോക്കിയായിരുന്നു. അപ്പോൾ ഞാൻ ഉണ്ണിയേട്ടൻ്റെ റിവ്യൂ കണ്ടു. ആ സിനിമയ്ക്ക് ഉണ്ണിയേട്ടൻ ഭയങ്കര നെഗറ്റീവ് റിവ്യൂ തന്നത്. പക്ഷെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇയാൾ തന്നെ വീണ്ടും ഒരു റിവ്യൂ ഇട്ടിരിക്കുക. അതിനകത്ത് പറയുന്നത്, സോറി ഗൈസ്, അന്നൊരു ഓൾ തിയേറ്ററിനായിരുന്നു ഈ സിനിമ കണ്ടത്, അതുകൊണ്ടാണ് എനിക്ക് ഇഷ്ടപ്പെടാൻ. പക്ഷെ 2ാം വർഷം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗൈസ്. ഇയാൾ ഏതെങ്കിലും ഒരു ഓൾ തിയേറ്ററിൽ പോയി സിനിമ കണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഓഡിയൻസ് എന്ത് പഠിച്ചു? ഇയാളുടെ വാക്ക് കേട്ട് എത്ര പേര് സിനിമ ആണ് നിൽക്കുന്നതാണ്. അത് OTT വന്നിട്ടുണ്ടായിരുന്നു. കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരേ റിഗ്രറ്റ്, ഇത് IMAX-ൽ കാണേണ്ട സിനിമയായിരുന്നു. അന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി, പടം കാണണമെന്നുണ്ടെങ്കിൽ പോയി കാണുക, റിവ്യൂ കണ്ടിട്ട് കൊണക്റ്റാൻ നിൽക്കരുത്. നമ്മുടെ അടുത്ത കണ്ടസ്റ്റന്റ് മാത്യു ഫാൻ ബോയ് അശ്വിൻ കോക്ക്. ചൂത്തിയ ഈ കോക്കല്ല, ഇതന്നെ കോക്കിന്റെ റിവ്യൂ ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. ഞാൻ യൂട്യൂബിനകത്ത് സെക്കൻഡ് ഇട്ട് റോസ്റ്റ് വീഡിയോ അശ്വിൻ കോക്കിന്റെ ആയിരുന്നു ഗൈസ്. അതിനകത്ത് ഫുള്ള് ഞാൻ പൊട്ടത്തരമാണ് പറയുന്നത്. ഇപ്പോഴും വലിയ മാറ്റമൊന്നും ഇല്ല, ബട്ട് സ്റ്റിൽ അത് ഒരുപാട് പൊട്ടത്തരമായി പോയി. അതുകൊണ്ട് ഞാൻ അൺലിസ്റ്റഡ്. കോക്കുകാരൻ നമ്മുടെ ഇൻഡസ്ട്രിയിൽ കുറെ ആക്ടേഴ്സ് മാറിയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ആസിഫ് അലി. കോക്ക് പണ്ട് ആസിഫ് അലിനെ റോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവരുടെ കാര്യം പറയുകയാണെങ്കിൽ ഇത്രയൊക്കെ സിനിമകൾ, ആസിഫ് അലി ഒരു അത്ഭുതമാണ്. ഇത്രയൊക്കെ സിനിമകൾ പൊട്ടിയിട്ടും ആസിഫ് സ്റ്റാർ ആയിട്ട് നിൽക്കുകയാണ്. ആസിഫിന് സിനിമകൾക്ക് യാതൊരു കുറവില്ല. ഇതൊക്കെയാണ് നമ്മുടെ ഇൻഡസ്ട്രിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അതൊരു ചർച്ചയാണ്, ഇൻഡസ്ട്രിക്ക് അതൊരു ചർച്ച തന്നെയാണ് ആസിഫിനെ കുറിച്ച്. കാരണം ആസിഫ് എങ്ങനെ എക്സിസ്റ്റ് ചെയ്യും. കോക്ക് ആസിഫ് അലിന് പച്ചയ്ക്ക് പറഞ്ഞപ്പോൾ ആസിഫ് അലിക്ക് നല്ലോണം കൊണ്ട് ഗൈസ്. കാലിക്കറ്റിൽ ഒരു റിവ്യൂവർ അദ്ദേഹം ഇരുന്നിട്ട് വളരെ മോശമായിട്ട്, അതായത് ഞാൻ ചെയ്ത നല്ല സിനിമകളെ കൺസിഡർ ചെയ്യാതെ ആസിഫ് അലി എങ്ങനെയാണ് ഇത്രയും നാളും സിനിമകൾ ചെയ്തതും ഈ ഇൻഡസ്ട്രിയുടെ ഭാഗമായി നിന്നതും എന്നുള്ളത് ഒരു അത്ഭുതമാണ് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ആ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്. ആ ഒരു മൊമെന്റിൽ ഞാൻ ശരിക്കും തകർന്നു പോകുന്ന ഒരു അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. അത് അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം വന്നു. പക്ഷെ ആ സമയത്ത് എനിക്ക് തോന്നിയ ഒരു കാര്യം ഒന്നേന്ന് തുടങ്ങാം, ഒന്നുകൂടി എനിക്ക് ആ വഴി അറിയാം. ഇത് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു വീഡിയോ ആണ്. പക്ഷെ ഇപ്പോ ആസിഫ് അലി തന്നെ അശ്വിൻ കോക്കിനെ കൊണ്ട് തിരുത്തി പറയിപ്പിച്ചു. ആസിഫ് കണ്ടിന്യൂസ് ആയിട്ട് നല്ല സിനിമകൾ അദ്ദേഹത്തെ ചെയ്തു വരികയാണ്. അതൊരു ആക്ടറിന്റെ ഒരു ഇവോൾവിംഗ് ആണ് കാണിക്കുന്നത്. ആസിഫ് അലി ആക്ടർ ഇവോൾവിംഗ് കൃത്യമായിട്ട് സിനിമ മനസ്സിലാവും. അദ്ദേഹം ഓരോ സിനിമ മെച്ചപ്പെട്ടു. മാസ് മൂവ്മെന്റ്, ഇതാണ് ശരിക്കും റോസ്റ്റിംഗ് ഞാൻ പറയും. എമ്പുരാൻ ഇറങ്ങുന്നതിന് മുമ്പ് ലാലേട്ടന് മുക്കാത്ത റിവ്യൂസ് ഉണ്ടാവില്ല. പക്ഷെ ഇപ്പൊ ലാലേട്ടനെ എല്ലാവരും തലീനെ മേലെ വെച്ച് നടക്കും. കോക്ക് തന്നെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ബോട്ടോക്സ് അടിച്ചതിന് ശേഷം ഇദ്ദേഹത്തിന് താടി എടുത്തു കഴിഞ്ഞാലുള്ള അവസ്ഥയല്ല, മുഖത്തിന്റെ ഷേപ്പ് അറിയാലോ, ആ വൃത്തികെട്ട ഷേപ്പ് പുറത്തേക്ക് കാണും.
നടക്കൂല, കഴിഞ്ഞ് ഖതം ഖയ ഗുഡ് ബൈ. സംഭവം പരിപാടി കഴിഞ്ഞ് തിരിച്ചു വരൂല, ലാസ്റ്റ് വന്ന വില്ലനാ. ലാലേട്ടൻ തിരിച്ചു വരില്ല എന്ന് പറഞ്ഞ കോക്കന്നെ ലാലേട്ടന്റെ തുടരും കണ്ടിട്ട് ഫാൻ ബോയ് പോലെ പൊക്കി അടിക്കണമെങ്കിൽ ചിരി വരുന്നു. 3/4 മണിക്കൂർ ഒരു മോഹൻലാൽ സിനിമ കണ്ടിട്ട് സാധാരണ നമ്മൾ പറയും നെഞ്ചും വിരിച്ച് ഇറങ്ങി വരും. അത് നെഞ്ചും വിരിച്ച് ഇറങ്ങി വരുന്നത് മാത്രമല്ല, മനസ്സ് നിറഞ്ഞ് കണ്ണ് കലങ്ങി ഇച്ചാതി പടം. അതായത് ഒരു സിനിമ, നമ്മുടെ സിനിമയുടെ മാജിക് എന്നൊക്കെ പറയില്ലേ, അതാണ് സാധനം. അതിൽ ലാലേട്ടന്റെ പെർഫോമൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എത്ര വർഷമായി ഇങ്ങനെ ലാലേട്ട സിനിമ കണ്ടിട്ട്. ലെജൻസ് ഇങ്ങനെയാണ് റിപ്ലൈ കൊടുക്കുക, പറഞ്ഞ ആളെ കൊണ്ട് തന്നെ തിരുത്തി പറയിപ്പിക്കും. സത്യം പറയുകയാണെങ്കിൽ കോക്കിന് ഇമ്പാക്ട് ആയിട്ട് നമ്മുടെ മലയാള ഇൻഡസ്ട്രിയിൽ കുറച്ചും കൂടി ഇമ്പ്രൂവ് ആയി കഴിഞ്ഞു. സിനിമാക്കാരെ പറ്റി ഇത്രയ്ക്കും പച്ചയ്ക്ക് പറയാൻ ചില്ലറ ധൈര്യമൊന്നും പോരാ. ബട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം കോക്ക് ഓമർലു നല്ല ഫ്രണ്ട്സ് ആണ്. അതുകൊണ്ട് കോക്ക് ഓമർലുലൂടെ ബാഡ് ബോയ്സ് എന്ന് പറഞ്ഞ സിനിമ റിവ്യൂ ഇട്ടില്ല. അതിനിട്ട് പറയുന്നത് അശ്വിൻ കോക്ക് എന്താണ് റിവ്യൂ ചെയ്യുന്നില്ല എന്നാണ് പ്രേക്ഷകർ റിപ്പോർട്ട് ചെയ്യുന്നത്. അത് ഒമർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അശ്വിൻ കോക്കിന് അവസരം കൊടുത്ത ആളാണല്ലോ ഒമർ. അപ്പൊ പിന്നെ റിവ്യൂ ചെയ്യണ്ടെന്ന് ഒമർ തന്നെ പറഞ്ഞിട്ടാണ് ചെയ്തത്. അയാളുടെ ചാനൽ അയാളുടെ ഇഷ്ടം ആരുടെ സിനിമ റിവ്യൂ ചെയ്യണമെന്ന്, അതൊക്കെ ശരിയാണ്. പക്ഷേ കോക്കിന്റെ സിനിമ എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ റിവ്യൂ, ഇറ്റ്സ് മോർ ലൈക്ലി എ റോസ്റ്റിംഗ്. സോ ഓമർലു എന്റെ ഫ്രണ്ടാണ്, അതുകൊണ്ട് അവന്റെ സിനിമ ഞാൻ ഊക്കില്ല എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് പൃഥ്വിരാജും കോക്ക് ഫ്രണ്ട് ആണെങ്കിൽ ഇമ്രാൻ നെഗറ്റീവ് റിവ്യൂ വരില്ലായിരുന്നു. LGPയും കോക്കും ഫ്രണ്ട്സ് ആണെങ്കിൽ മലയക്കോട്ടെ വാലിബിന് ഒരു പോസിറ്റീവ് റിവ്യൂ തന്നെ. സോ ദ മോറൽ ഓഫ് ദ സ്റ്റോറീസ് ഗൈസ്, നാളെ നിങ്ങൾ സിനിമ ഫീൽഡിലേക്ക് പോകണമെങ്കിൽ ആദ്യം നിങ്ങൾ അശ്വിൻ കോക്കുമായിട്ട് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ബിൽഡ് ചെയ്യാൻ നോക്കുക, എന്നിട്ട് സിനിമ എടുത്താൽ മതി. താങ്ക് മീ ലേറ്റർ. റീലോഡ് ഒരു പുഷ്പ 2, ശസാമിനാണെങ്കിൽ വാരിസ്, കോക്കിനാണെങ്കിൽ ബ്രോമാൻസ് ചെയ്യാണ്ട് വാക്ക് കേട്ട് ഞാൻ ഡേറ്റ് ഷോയിൽ പോയി കണ്ടതാ. അതുപോലെ ഒരു ലാഗ് സിനിമ അടുത്ത കാലത്തൊന്നും കണ്ടു. 200 rupees ലോസ്. എനിക്ക് പേഴ്സണലി ഒരു ശത്രുതയില്ല, ഞാൻ ഫാൻ ഓഫ് ദീസ് ഗൈസ്. നിങ്ങളുടെ ഓഡിയൻസ് തന്നെ ഇത് കമന്റ് ബോക്സിൽ വന്ന് പറയുന്നത്, ഞാൻ അതിനെ റെപ്രസെന്റ് ചെയ്ത് ഒരു ഫൺ വേയിൽ പറയണമെന്നുള്ളൂ. പിന്നെ ഇവര് കാര്യം ബ്രോമാൻസിന്റെയും അവതാറിന്റെ ടിക്കറ്റിന്റെ പൈസ എനിക്ക് നഷ്ടമായിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് ഇവരിനെ തന്നെ കണ്ടന്റ് ആക്കിയിട്ട് ആ പൈസ റിക്കവർ ചെയ്യാന്ന് വിചാരിച്ചു. സോ എല്ലാവരും ഇപ്പൊ കുറച്ചുപേര് കമന്റ് ബോക്സിൽ ഒന്ന് പറയും, നിനക്ക് ഇവരെ പറയാൻ എന്താ അവകാശമുള്ളത്, നീ ഏതെങ്കിലും ഒരു സിനിമയുടെ റിവ്യൂ എടുത്തിട്ടുണ്ടോ? റിവ്യൂസിന് റോസ് ചെയ്യാൻ പറഞ്ഞാൽ സിനിമയ്ക്ക് റിവ്യൂ എടുക്കണമെന്നുണ്ടോ? എന്നാ പിന്നെ ഞാൻ എടുക്കാം. എനിക്ക് അല്ലെങ്കിൽ ഒരു പണിയിലാണ് ഞാൻ വെറുതെ ഇരിക്കണം, ഞാൻ വേണമെങ്കിൽ ചെയ്യാം. പിന്നെ കഴിഞ്ഞ വീഡിയോക്ക് ലൈക്ക് അടിക്കാത്ത ആളുകളുടെ വീട്ടിലേക്ക് രാത്രി കിടക്കുമ്പോൾ ഡോറിലാൽ വന്നു. പ്രാവശ്യം ഞാൻ പറഞ്ഞുവിടാൻ പോകുന്നത് ഡോറാലാലിനായിരിക്കും, അതുകൊണ്ട് എന്തായാലും ലൈക്ക് അടിക്കും ഗൈസ്. ഇവിടെ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അപ്പോഴാണ് പെടുന്ന ഒരു ലൈഫ് അഡ്വൈസ് ഓർമ്മ. അതായത് നിങ്ങൾ സിംഗിൾ ആയിരിക്കും, നിങ്ങൾ ഹാപ്പി അല്ലെങ്കിൽ നിങ്ങൾ കമ്മിറ്റഡ് ആയാലും ഒരിക്കലും ഹാപ്പി ആകുമ്പോൾ ശരിക്കും ഹാപ്പിനെസ് എന്ന് പറയുന്നത് ബെറ്റിംഗ് ആപ്പിൽ ഗാംബ്ലിംഗ് ചെയ്യുമ്പോഴാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ പ്രശ്നം ഇട്ട് പൊരിക്കണ വീഡിയോ ആണെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. അടുത്തൊരു കിടിലമായ വീഡിയോ കാണാൻ.